ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് is also called as a gateau. A gateau എന്ന് പറയുമ്പം it is actually 2 layers of sponge which is sandwiched with fresh cream icing. അപ്പം അതിനായിട്ട് സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നോക്കാം. നമുക്കിവിടെ ഒരു ചോക്ലേറ്റ് ഒരു കളറുള്ള സ്പഞ്ചാണ് വേണ്ടിയത്. അതിന് വേണ്ടിയ സാധനങ്ങൾ മൈദ 60 grams sealed with 25 grams of cocoa, 1 tablespoon corn flour and 1.5 teaspoon of baking powder. പഞ്ചസാരയുടെ പൗഡർ 160 gram, 4 മുട്ട സെപ്പറേറ്റഡ്, 1 tablespoon വാട്ടർ, 1.5 teaspoon of വാനില. ഇത്രയാണ് സാധനങ്ങൾ വേണ്ടി. ഇതിനായിട്ട് again നമ്മൾ എഗ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്ത എഗ്സിലെ എഗ് വൈറ്റ് മാറ്റി വെക്കുക. Now into the yolks you add sugar powder, 1 tablespoon water and 1.5 teaspoon of vanilla. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്യണം. ബീറ്റ് until it is pale in color. This is the same recipe as for making any sponge. നല്ലോണം ബീറ്റ് ചെയ്ത് you have to beat it until it is nice and pale in color and it has to have that ribbon like feel. എന്ന് പറഞ്ഞാൽ it has to be like an unbroken ribbon. ആ ഒരു സ്റ്റേജ് വരെ ഇതിനെ ബീറ്റ് ചെയ്ത് പതപ്പിച്ച് വെക്കണം. ഈ ഒരു സ്റ്റേജ് ആ പഞ്ചസാര മുഴുവനും ഇതിൽ അലിഞ്ഞ് ചേരുവം വേണം. ഇതിനെ മാറ്റി വെക്കുക. So you have egg whites in one corner, the batter in one corner. Now you have the maida mixture. Now what you need to do is egg whites ne beat ചെയ്യണം. ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ് വൈറ്റ് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യുക. കുറേശ്ശെ വീതം add a small amount of egg white into the batter along with your maida mixture. സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുക. സ്പ്രിങ്കിൾ ചെയ്തത് വെരി കെയർഫുള്ളി ഫോൾഡ്. Now remember, ചോക്ലേറ്റ് ചേരുന്ന ഏതൊരു റെസിപ്പിയിലും ആ ചോക്ലേറ്റിൻ്റെ കളർ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യു ആഡ് ബേക്കിംഗ് സോഡ ഓൾസോ. സോഡ വരുമ്പോഴേ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുള്ളൂ. അഗൈൻ ഇത് ചേർന്ന് കഴിയുമ്പോൾ നെക്സ്റ്റ് ബാച്ച് ഓഫ് എഗ് വൈറ്റ് followed by maida. മൈദ ഇടുമ്പം സ്പ്രിങ്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ആ വെയിറ്റും കൊണ്ട് ചിലപ്പോൾ അത് താന്നു പോകാം. So sprinkle the maida and again incorporate the egg white. Fatless cake ആയതുകൊണ്ട് ഇതിൻ്റെ ആ ബേസിക് ഫാറ്റ്ലെസ് സ്പഞ്ച് ആണ്. അപ്പോൾ ആ സ്പഞ്ചിൻ്റെ നേച്ചർ വരുന്നത് ഇസ് ഓൺലി വിത്ത് ദി എഗ് വൈറ്റ്സ്. സോ എഗ് വൈറ്റ്സിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഈ പതപ്പിച്ചെടുത്ത എഗ് വൈറ്റ് താന്ന് പോകാത്ത വിധം you need to carefully handle the egg whites. Finally you have a batter like that. Okay, I'm going to make a black forest cake here. So our black forest cake ന് 2 layers ആണ്. We're going to make 2 cakes. 2 cakes ഉണ്ടാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് സാൻഡ്വിച്ച് ചെയ്യാനാണ്. അപ്പം ഒരേപോലത്തെ 2 കേക്ക്സ് വേണമെങ്കിൽ യു നീഡ് ഐഡൻറ്റിക്കൽ 2 പാൻസ്. അപ്പോൾ ആ 2 പാനിനെ ആദ്യമേ അടിയിൽ എണ്ണമയം തൂക്കുക. എണ്ണമയം തൂത്ത് കഴിഞ്ഞ് ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്യുക. ആ ലൈൻ ചെയ്ത പേപ്പറിന് മുകളിൽ വീണ്ടും എണ്ണമയം തൂക്കുക. അങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന പാൻസിൽ ഈ കേക്ക് ബാറ്ററിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് pour ചെയ്യണം. യു കാൻ allow the batter to stand because the air bubbles will drop. ഇങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പാൻസിനെ ഇമ്മീഡിയറ്റ്ലി ബേക്ക് ഇറ്റ് at 180 degrees for about 10 to 12 minutes. ഈ ബട്ടർ പേപ്പറിന് മുകളിൽ റിവേർട്ട് ചെയ്യുക. റിവേർട്ട് ചെയ്ത് കഴിഞ്ഞ് what you have to do is immediately take off the pan.
നമ്മളിത് ചൂടോടെ മാറ്റിയില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ആവി, അടിയിലുള്ള ആവി തട്ടിയിട്ട് ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി സോഗി. അപ്പോൾ നമ്മളത് ചൂടോടെ തന്നെ അത് മാറ്റിയിരിക്കണം. അതുപോലെ ഈ അടിയിലത്തെ പേപ്പറേയും ചൂടോടെ മാറ്റിയിരിക്കണം. അൺലൈക്ക് അതർ കേക്ക്സ്, മറ്റേ കേക്ക്സ് നമ്മളൊരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ പേപ്പർ മാറ്റുള്ളൂ. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് യു ഹാവ് ടു റിമൂവ് ദ പേപ്പർ. അഞ്ച് മിനിറ്റെങ്കിലും കൂൾ ചെയ്യണം. എന്നിട്ടേ നമുക്കതിനെ സാൻഡ്വിച്ച് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. നൗ യുവർ കേക്ക്സ് ആർ റെഡി ഫോർ സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാനായിട്ടോ ഉള്ളതാണ്. അപ്പം അതിനായിട്ട് ഈ കേക്കിനെ ഓരോന്നിനെയും ഐ എം ഗോയിങ് ടു കീപ്പ് ഇറ്റ് ഓൺ എ ടേൺ ടേബിൾ. ഇറ്റ്സ് കോൾഡ് എസ് എ ടേൺ ടേബിൾ. ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഐസിങ് ഇസ് ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് യു നീഡ് ടു കട്ട് ദിസ് സ്പഞ്ച് കേക്ക്. ഐ ടോൾഡ് യു സ്പഞ്ച് കേക്ക് ഇസ് വെരി സോഫ്റ്റ്, ഇറ്റ്സ് വെരി ഇലാസ്റ്റിക്. സോ ഇതെങ്ങനെ വേണമെങ്കിലും മാലിബിളാണ്. പക്ഷേ ആ സോഫ്റ്റ്നെസ് കാരണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അൺലെസ് യു ആർ ലിറ്റിൽ കെയർഫുൾ. അപ്പോൾ അതിനായിട്ട് യു നീഡ് ടു യൂസ് എ സെറേറ്റഡ് നൈഫ്. സെറേറ്റഡ് നൈഫ് എന്ന് പറഞ്ഞാൽ പല്ലുള്ള കത്തി. അപ്പോൾ ഈ ഒരു കത്തി വെച്ച് നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. Now you have 2 cakesനെ നമ്മൾ കട്ട് ചെയ്തത്. അപ്പം 4 ലെയേഴ്സ് ഉണ്ട്. ഇതിനെ നമുക്ക് ഇനി എങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് നോക്കാം. കേക്ക് അസംബിൾ ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേണ്ടിയ സാധനങ്ങൾ ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തത് ഒരു 2.5 കപ്പ്. ദെൻ യു നീഡ് കുക്കിംഗ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് 2 ബാർ. ചെറീസ് ടിൻ വെറൈറ്റി ഒരു 5-6 എണ്ണം ഫോർ ഗാർണിഷ്. പിന്നെ ഒരു 1/2 കപ്പ് ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പാനിയാക്കിയത് 1/2 കപ്പ്. ഇത്രയും സാധനങ്ങളാണ് ബ്ലാക്ക് ഫോറസ്റ്റിന് അസംബിൾ ചെയ്യാനായിട്ട് വേണ്ടിയ സാധനങ്ങൾ. സോ വിൽ സീ ഹൗ ടു ഡു ഇറ്റ്. ഫസ്റ്റ്ലി ഈ ചോക്ലേറ്റിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ വാട്ട് യു നീഡ് ടു ഡു ഇസ് ടേക്ക് എ പീലർ, ഒരു വെജിറ്റബിൾ പീലർ. എന്നിട്ട് ഇതിനെ വെറുതെ ഇങ്ങനെ ഷേവിങ്സ് ആയിട്ട് പീൽ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എല്ലാം ടു കൂൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര പാനിയാണ്. ഇത് നമുക്ക് സ്പഞ്ച് സോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോക്ക് ചെയ്തിട്ട് മുകളിൽ സാൻഡ്വിച്ച് ചെയ്യുമ്പം ചെറീസ് ചോപ്പ് ചെയ്തതും ഫ്രഷ് ക്രീം, ഈ സാധനങ്ങളാണ് നമുക്കിപ്പം വേണ്ടത്. ഈ ഒരു ലെയർ ഓഫ് സ്പഞ്ചിനെ എടുത്ത് യു ഹാവ് ടു സ്റ്റാർട്ട് സോക്കിംഗ് ദ സ്പഞ്ച്. Now soak ചെയ്യാന് you either use a spoon and slightly pour the syrup all over. Soak the sponge with that. And then beat ചെയ്തിരിക്കുന്ന ഫ്രഷ് ക്രീം ഒരു ലെയർ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ചെറീസ് ചോപ്പ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക അതിൻ്റെ മുകളിൽ. Followed by the second sponge. Sandwich ചെയ്യുക. Again soak ചെയ്യണം. ഈ സ്പഞ്ച് വെരി എയറേറ്റഡ്, അപ്പം നല്ലോണം സോക്ക് ചെയ്യാനായിട്ട് ഉള്ള സ്പേസസ് ഉണ്ട്. Again you need to sandwich with fresh cream. Sandwich it with a little bit of cherries. Now ഇങ്ങനെ അസംബിൾ ചെയ്തിരിക്കുന്ന കേക്കിനെ ലാസ്റ്റായിട്ട് നമ്മൾ ഏറെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് യു ഹാവ് ടു സ്പ്രെഡ് ദ കേക്ക് വിത്ത് ഫ്രഷ് ക്രീം. ഒരുമാതിരി അതിനെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞിട്ട് ദെൻ if you want to apply more fresh cream,
what you need to do is ഈ സ്റ്റേജിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം for about say 1 hour. ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് then you can apply another coat of fresh cream. Okay, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും ഫൈനലായിട്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് can be applied on top of the cake. Now after this you need to use the remainder of your fresh cream and pipe a border. അടിയിലും കേക്കിൻ്റെ ബേസിലും മേളിലുമായിട്ട് ബോർഡേഴ്സ് പൈപ്പ് ചെയ്യണം. അതിന് you have a piping bag ൻ്റെ കൂടെ you have ഒരു star nozzle. This is a large one, not a regular one. റെഗുലറിനേക്കാളും കുറച്ചുകൂടെ വലുതായത് ലാർജ് സ്റ്റാർ നോസിൽ. അപ്പോൾ ആ നോസിൽ ഇടാനായിട്ട് ഈ ബാഗിൻ്റെ 2 ഇഞ്ച് കയറ്റി ഇതിനെ ഒന്ന് കട്ട് ചെയ്യുക. ആൻഡ് ദെൻ യു ഇൻസേർട്ട് ദ നോസിൽ ഇൻസൈഡ് so that it comes up to the tip that way. Reverse your bag and then put your fresh cream inside. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ഈ ബാഗിൻ്റെ അകത്തോട്ടിടുക. ആ ബാഗിൻ്റെ ഒരു ഹാഫ് ദി എമൗണ്ട് യു ക്യാൻ യൂസ് ടു ഫിൽ. എന്നിട്ട് അറ്റം ഒന്ന് സ്ക്വീസ് ചെയ്താൽ മതി. ഓക്കെ, നൗ യു ഹാവ് യുവർ ഐസിങ് വിച്ച് വിൽ കം ഔട്ട് ലൈക്ക് ദാറ്റ്. വലിയ റോസെറ്റ്സ് ഉണ്ടാക്കുക സോ ദാറ്റ് ദ സൈഡ്സ് ലുക്ക് അട്രാക്റ്റീവ്. മുകളിലത്തെ ബോർഡർ കഴിഞ്ഞ് താഴെ യു ക്യാൻ അറ്റംപ്റ്റ് എ ബോർഡർ ദ സെയിം മാനർ. Keep a nice big rosette on top. Cherries can be kept on top as a final garnish.